ഹലോ, ഗാദു ജാനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സവോള എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു വലിയ സവോളയാണ്, അതുകൊണ്ട് ഒരു സവോള എടുത്തിട്ടുണ്ട്. നമ്മളത് നന്നായിട്ട് കൊത്തിയാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് പൊടി പൊടിയായിട്ട് അരിയണം കേട്ടോ. അതിനുശേഷം നമ്മൾ ക്യാരറ്റ്, ബീൻസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാബേജ്, ക്യാപ്സിക്കം, തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല, ഞാനുള്ളത് വെച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. പിന്നെ ഇന്ന സാധനങ്ങളുണ്ടെങ്കിലേ നമുക്ക് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാവുള്ളൂ അങ്ങനൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മളുടെ ഓരോ ഐഡിയാസാണ്, ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ. അപ്പോൾ നമ്മളിതാ ബ്രെഡ്, സോസ്, മുട്ട എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട ഒരു 3 എണ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 മുട്ടയും ഒരു 4 ബ്രെഡും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ ബട്ടറിലോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ പോലെ നമുക്കതൊക്കെ ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് കുത്തിയിരുന്ന പച്ചക്കറികളെല്ലാം ആ എണ്ണയിലേക്ക്, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് വേണം കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടേ. അപ്പോൾ ഇതാ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി, നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കണം കേട്ടോ. വേണമെങ്കിൽ ഡയറക്റ്റ് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ മുട്ടയൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്കൊഴിച്ച് അതൊന്ന് ചിക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഡയറക്റ്റായിട്ടാണ് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 മുട്ട എടുത്തിട്ടുണ്ട്, അതിങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കണം. ഇളക്കിയിട്ട് നമ്മളൊന്ന് ഉപ്പ് ഉണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇച്ചിരി ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ല ഉപ്പ് കൂടുതലാണെങ്കിൽ നമുക്കൊരു മുട്ടയും കൂടെ ഒക്കെ എടുത്ത് അതൊന്ന് ബാലൻസ് ചെയ്ത് പോകാവുന്നതാണ്. ഇതാ അപ്പോൾ നന്നായിട്ട് മുട്ട ചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ജാനിക്കുട്ടിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് കേട്ടോ മുട്ട കൊണ്ടുള്ള എല്ലാം. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ജാനിക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെ ഗാഥയ്ക്കും ചേട്ടായിക്കും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമില്ല, പിന്നെ അവർ കഴിക്കും. അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഒന്നും അതിലേക്ക് തേച്ചിട്ടില്ല, എണ്ണയൊന്നും തേച്ചിട്ടില്ല. ചുമ്മാ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളേ. നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ ആ ബ്രെഡിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഇത് വരും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സൈഡ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ ഫില്ലിങ്സൊക്കെ വെക്കാനായിട്ട് പോകുന്നത്. അതാണ് ഞാൻ കട്ട് ചെയ്യുകയാണേ. അപ്പോൾ 4 സൈഡും കട്ട് ചെയ്ത് കളയുക. ഇപ്പോൾ നിങ്ങൾക്കത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് കട്ട് ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. കട്ട് ചെയ്യാതെ വേണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അതിനകത്തൊക്കെ സോസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ മയണൈസ് ഉണ്ടാക്കാനായിട്ട് എന്താ പറയുക, സൺഫ്ലവർ ഓയിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മയണൈസ് ഉണ്ടാക്കാഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ മയണൈസ് ഉണ്ടാക്കി അതും കൂടി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തേനെ. അപ്പോൾ ഇതാ ഞാൻ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗാതമൊക്കെ സോസ് വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടുന്ന ബ്രെഡിൽ മാത്രം, എനിക്കും ജാനിക്കുട്ടിക്കും വേണ്ടുന്ന ബ്രെഡിൽ മാത്രമേ സോസ് തേച്ച് കൊടുക്കുന്നുള്ളൂ. ഗാതുവിന് സോസ് വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ഇതാ ഞാൻ നന്നായിട്ട് സോസൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതാ ആ ഫില്ലിങ്സ് ഇതിനകത്തോട്ട് വെക്കാൻ പോവാണ്. നമ്മുടെ പച്ചക്കറികളും മുട്ടയൊക്കെയുള്ള ആ ഒരു കൂട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പം പുറത്തേക്കൊന്നും പോകരുത്, കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം, അപ്പോൾ അത് അവിടെ ഇരുന്നോളും. അങ്ങനെ ഇതാ വെച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് ഇതാ 2ലും വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ആ ബ്രെഡ് മറ്റേ അപ്പുറത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്ത് അതിലേക്ക് പ്രസ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് കഴിക്കുന്നതിലും നല്ലത് അതൊന്ന് കോണായിട്ട് കട്ട് ചെയ്ത്
കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, നമുക്ക് കഴിക്കാനും ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെ ദാ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, സോസൊക്കെ ഒഴിച്ച്. ഞാൻ ഹാർട്ട് ഷേപ്പാണ് ഉദ്ദേശിച്ചത്, ഇത് എന്ത് ഷേപ്പാണെന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോസൊക്കെ എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ പറയണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ ചെയ്യാനൊരു ഇതൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഞങ്ങൾ കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ദാ ജാനിക്കുട്ടി കഴിച്ചിട്ട് ഇപ്പോൾ അഭിപ്രായം പറയുന്നതാണ് കേട്ടോ. ജാനിക്കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലതാണോ, സൂപ്പറാണോ? അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.